बस इतनी सी बात है. Thank you very much. നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറി 2ന്റെ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഇന്നലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി. केरला से 26 विक्टिम केरला स्टोरी 1 के वक्त ले आए थे. उसका वीडियो आज भी YouTube पे अवेलेबल है. It's a pan India story. This is a pan India story. No, it's related to Kerala also, and from Kerala how it's all over India. पहली बार जब हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है. हमको ये बताना था कि ये सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है. अब आपको इसको मसाला देना है, आप दीजिए प्लीज, मसाला मारिए, लेकिन आपको भी पता है कि हकीकत क्या है. No, not at all. Again you are saying the same thing. Not at all. Sir, you don't want to accept You don't want to accept the problems there. बस इतनी सी बात है. Thank you very much. അതായത് നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറി 2ന്റെ ഒരു പത്രസമ്മേളനം വിളിച്ചതായിരുന്നു. അതിന്റെ വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലെ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ട് വായിലോട്ട് ബീഫ് കുത്തിക്കയറ്റി അണ്ണാക്ക് കുടുങ്ങി ചത്ത അല്ലെങ്കിൽ ചാവാൻ പോയിട്ടുള്ള പെമ്പിള്ളേരെയും കൂടെ കൊണ്ടിട്ട് ഈ 2 ചാപ്രികൾ ഇന്നലെ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിലോട്ടാണ് ഒരു സ്റ്റേജ് കെട്ടി അതിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ 37 സീരിയൽ നടിമാരെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നത് ഒന്നിനും സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഒന്നിനെ കൊണ്ടും ഒരു വാ തുറപ്പിച്ചില്ല. അങ്ങനെ വാ തുറപ്പിക്കാണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിട്ടുള്ള പത്രക്കാർ, ഇവൻ മലയാള മാധ്യമ പ്രവർത്തകരോട് ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു ഇവർക്കൊക്കെ സംസാരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് 1-2 ആളെ കൊണ്ട് വെറുതെ ഒന്ന് സംസാരിപ്പിച്ച് ഇനി മിണ്ടണ്ട എന്നാ പറഞ്ഞു. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ട് അഭിനയിച്ച ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ഇരുന്ന സമയത്ത് അന്നത്തെ ഡയലോഗുകളൊക്കെ അറിയാണ്ട് വായിന്ന് വീണു പോകും. അതുകൊണ്ട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞു. ഇതുകൊണ്ടും നമ്മുടെ മലയാള പത്രമാധ്യമ പ്രവർത്തകർ വിട്ടില്ല. അല്ല, ഈ പറഞ്ഞതിൽ 37 എണ്ണത്തിനെ കൊണ്ട് ഇരുത്തിയതിൽ എവിടെ ആ മലയാളി എന്ന് ചോദിച്ചു. ഏത് ബീഫ് വായിലോട്ട് കുത്തിക്കയറ്റി അണ്ണാക്ക് കുടുങ്ങി ചാവാൻ പോയിട്ടുള്ള ആ പറഞ്ഞ പീസ് എവിടെയെന്ന് ചോദിച്ച സമയത്ത് നോക്കുമ്പം ഈ കൂട്ടത്തിൽ ഒരു മലയാളി പോലും ഇല്ല. അപ്പൊ പിന്നെ കേരള സ്റ്റോറി 2 കൊണ്ട് ഇരുത്തിയതൊക്കെ നല്ല ബംഗാളികളി. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഡയറക്ടറിനെ കണ്ടിട്ട് ഡയറക്ടർ അങ്ങ് വെകിളി കൊണ്ടു. ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കേരള സ്റ്റോറി അല്ല, കേരള സ്റ്റോറി പോലത്തെ ഒരു സ്റ്റോറിയാണ്, ഇതിൽ കേരളത്തിലുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെന്ത് പരിപാടിയാണ്? പിന്നെ എന്നാൽ കേരള സ്റ്റോറി എന്ന് പേരിടണോ? ഇതൊരുമാതിരി ഊളത്തരും ചെറ്റത്തരും അല്ലെ ചെറ്റകളെയും ചോദിച്ച സമയം കൊണ്ട് ഈ ചെറ്റകൾ അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകാൻ തുടങ്ങി. 2 ചെറ്റകൾ കിടന്നിട്ട് സ്റ്റേജിൽ കിടന്നിട്ട് ഉരുണ്ടും തിരിഞ്ഞും ഒന്നും പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ബബ്ബടിച്ച് നിൽക്കുന്ന സമയത്ത് അടുത്ത ഒരാൾ വീണ്ടും ചോദിച്ചു, അല്ല ഇപ്പൊ നിങ്ങൾ സുപ്രീം കോടതിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടികൾ കാണിച്ചു വെച്ചിട്ടില്ല, കാരണം സുപ്രീം കോടതി തന്നെ ലവ് ജിഹാദ് ഇല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റ് മെഴുകളിൽ നിന്നും ഈ പറഞ്ഞ പ്രൊഡ്യൂസറും അതുപോലെ ഡയറക്ടറും എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഇല്ല, എന്താ അസംബ്ലിയിലില്ലേന്ന്. അസംബ്ലിയിൽ ഈ പറഞ്ഞ 32,000 ആളുകളുടെ പേര് കൊണ്ട് നിരത്തിയിട്ടില്ലേ, നിങ്ങൾക്ക് അത് പോയി നോക്കിക്കൂടെ? അല്ല, അങ്ങനെ ഒരു അസംബ്ലി തന്നെ ആയിരുന്നല്ലോ 2018 സമയങ്ങളിൽ അമിത്ഷയുടെ അന്നത്തെ ഡെപ്യൂട്ടി ആയിട്ടുള്ള കിഷൻ റെഡ്ഡി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല, ലവ് മാത്രമേ ഉള്ളൂ, ജിഹാദ് ഒന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടി ഉത്തരങ്ങൾ ഒന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലെ 1-2 വീഡിയോസ് ഉണ്ട്, അത് പോയി കണ്ടാൽ മതി. അതിലുണ്ട് ഈ പറഞ്ഞ വിക്ടിംസ് ഒക്കെ ഉണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പണ്ടെങ്ങോ നിയമസഭയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ ശരിയാവും? അതിനെപ്പറ്റിയുള്ള തെളിവുകൾ കൂടുതൽ ചോദിച്ച സമയത്ത് എന്താ ഉണ്ടായതെന്നറിയോ? ഈ 2 ചാപ്രി വാണങ്ങൾ ഇറങ്ങി ഓടി സ്റ്റേജിൽ നിന്ന് കൂട്ടത്തിൽ കൊണ്ടുവന്ന കംപ്ലീറ്റ് ജൂനിയർ ആർട്ടിസ്റ്റിനെ എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചാപ്രി കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ടുള്ള ഇമാതിരി നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറീസ് എഗെയിൻ ഈ പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലും ഇറക്കി ഈ BJP അല്ലെങ്കിൽ സംഘപരിവാർ RSSന്റെ വാണ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനത ചോദ്യം ചെയ്യും. ഇവിടെ ബീഫല്ല, പോർക്കല്ല, ചിക്കനല്ല, മട്ടണല്ല, ഏത് സാധനങ്ങളും വേണമെങ്കിലും നിയമപരമായിട്ടുള്ള ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ കഴിക്കുകയും തരുന്നു. വേണമെങ്കിൽ നീയൊക്കെ വരുമ്പോൾ കുറച്ച് പൊറാട്ടയും ബീഫും നിൻ്റെയൊക്കെ വായിലോട്ട് അന്ന് ഞങ്ങൾ ഇട്ട് തരും. അതിൽ നീ കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ, നിന്റെ മുഖത്തോട്ട് ചാണകം മാത്രമാവില്ല, വേണമെങ്കിൽ ബീഫ് വരെ എടുത്ത് എറിഞ്ഞെന്ന് വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചാൽ നിനക്ക് നന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യൻ ചാപ്രികൾ മെഴുകുന്നതിൻ്റെ വീഡിയോ കാണാം. ഈ പത്രസമ്മേളനത്തിൽ ഇവരോടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരതിന് കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ഉത്തരങ്ങളെ പറ്റി നമുക്കൊന്ന് കൂടുതൽ കണ്ടിട്ട് വരാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലവ് ജിഹാദിന് ഇരകളെന്ന് അവകാശപ്പെട്ട 37 പേരെ വേദിയിൽ അണിനിരത്തി. സംസാരിക്കാൻ വിസമ്മതിച്ച അണിയറ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിന് വഴങ്ങിയാണ് ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞത്. സിനിമയുടെ ഉള്ളടക്കത്തിന് കേരളവുമായി എന്തു ബന്ധമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. അതായത് കേരള സ്റ്റോറിക്ക് കേരള സ്റ്റോറി എന്ന് പേരിട്ടതിന്റെ ഈ സിനിമയുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന് ഇരുത്തിയവരുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ബന്ധം എന്താണ് എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ ആയിരുന്നു. No, it's related to Kerala also, and from Kerala how it's all over India. पहली बार जब हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है. हमको ये बताना था कि ये सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है.
എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരകൾ വേദിയിലില്ല എന്ന ചോദ്യം നിർമ്മാതാവിനെ ചൊടിപ്പിച്ചു. പണ്ട് ഇത് കേരളത്തിലെ സ്റ്റോറി ആയിരുന്നു, അല്ലെങ്കിൽ കേരള സ്റ്റോറി 1 വന്ന സമയത്ത് അത് കേരളത്തിലെ സ്റ്റോറി ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ സ്റ്റോറി കേരള സ്റ്റോറി മാത്രമല്ല, ഇന്ത്യയിലെ പല സ്ഥലത്തുള്ള സ്റ്റോറിയാണ് എന്നാണ് കാമാക്ഷി സിംഗ്, എന്താണ് എന്താ അവൻ്റെ പേര്, ഈ കാമം എന്നുള്ളതുകൊണ്ട് ഇവനൊക്കെ മസാലപ്പടം വല്ല എടുത്താലും നല്ലത്. അവൻ്റെ പേരാണെങ്കിലും മസാലപ്പടമാണെങ്കിലും വല്ല കാമസൂത്രം എടുത്തു കഴിഞ്ഞാലും ഹിറ്റാക്കാൻ പറ്റും. അമ്മാതിരി ഐറ്റമാണ് ഇവർ. ഏത് ചാപ്രിയാണ് തമ്പുരാൻ അറിയാം. ഏതാണെങ്കിലും ഈ ചോദ്യം കേട്ടിട്ട് വല്ലാണ്ടങ്ങ് ചൊടിച്ചത് ഇതിൻ്റെ പ്രൊഡ്യൂസർക്കായിരുന്നു. എന്താണ് ആ കാമക്കൂട്ടർ കേൾക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. केरला से 26 विक्टिम केरला स्टोरी 1 के वक्त ले आए थे, उसका वीडियो आज भी यूट्यूब पे अवेलेबल है. आज हम उनको ले आते तो आप कहते आप उन्हीं लोगों को वापस ले आ रहे हो, तो आप दोनों तरफ बात करेंगे, ये सही नहीं. അതായത് കേരള സ്റ്റോറി ഫസ്റ്റിലെ ഈ പറഞ്ഞ 32,000 ആൾക്കാരുടെയൊക്കെ ഈ ഫോട്ടോസും അതല്ലെങ്കിൽ ഡീറ്റെയിൽസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ 32,000 വെട്ടി 3 ആക്കിയതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ ഇവൻ്റെ ഒക്കെ ഉള്ളിലെ കുത്തിക്കഴപ്പ് എന്താണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇവൻ ആര് ഫണ്ട് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ആസനം നക്കിയിട്ടാണ് ഈ വൃത്തികെട്ട ജന്തുക്കൾ ജീവിക്കുന്നത് എന്നുള്ളത് ഇവൻ്റെ ഈ വാക്ക് തന്നെ മനസ്സിലായി. ഇനി വീണ്ടും ആളുകൾ ചോദിച്ചു, ഈ സുപ്രീം കോടതി വരെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞൊരു കേസല്ലേ, പിന്നെ നിങ്ങളിത് എടുത്ത് സുപ്രീം കോടതിനെ തന്നെയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്നുള്ള ചോദ്യമായിരുന്നു അടുത്തത്. അതിന് ഈ പറഞ്ഞ വാഹനങ്ങളുടെ ഉത്തരം കേട്ട് നോക്ക്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലെന്ന സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി. സോറി, അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അത് നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓടുകയാണ്. കണ്ടം വഴി ഒരൊറ്റ ഓട്ടം കൂടി പിന്നെ കണ്ടിട്ടില്ല, പോയ സ്ഥലത്ത് പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നാ കേട്ട്. കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ അണിയറ പ്രവർത്തകർ വേദി വിട്ടു. അപ്പം ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഇവൻ വന്നിട്ട് കേരള CM വരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതായത് കേരള CM ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ നോക്കിയാൽ മതി, ഇത്തരത്തിലുള്ള മൂവിയിൽ എന്ത് നടക്കുന്നതിൽ ആരെന്ത് പറയുന്നത് എന്നുള്ളത് നോക്കണ്ട. അതല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് തടഞ്ഞു നിർത്തിയിട്ട് കേരള സ്റ്റോറി 3 ഉണ്ടാക്കാതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോയിട്ടുള്ള അതേ ചാപ്രി തന്നെയാണ് ഇന്ന് ഈ കേരള സ്റ്റോറിയുടെ കാര്യം പറഞ്ഞിട്ട് ഈ സ്റ്റേജിൽ വന്നിട്ട് ഒരു അക്ഷരം പറയാനില്ലാണ്ട് അവസാനം ഇത് കേരള സ്റ്റോറി അല്ല, ഇത് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെ സ്റ്റോറിയാണ് എന്നും പറഞ്ഞ് മൈക്കും ഇട്ട് ഒരൊറ്റ ഓട്ടം ഓടിയത്. ഇതിൻ്റെ പിന്നാലെ സംഖ്യകൾക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ കുറേ തീട്ട സംഖ്യകൾ ഉണ്ടാവും, എന്തുണ്ടെങ്കിലും ചിലച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കുറേ സംഖ്യകൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് പോർക്കിൻ്റെ പേരും അല്ലെങ്കിൽ പോർക്ക് കഴിക്കടാ മരമാണമേ, ഞാൻ പോർക്ക് കഴിക്കില്ല. ഇനി പോർക്ക് കഴിക്കുന്നവനെ അല്ലെങ്കിൽ പോർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടവനെ ഞാൻ തടയാനും പോകുന്നില്ല. ഇനി പോർക്ക് കഴിക്കാത്തവനെ പിടിച്ചു കൊണ്ടുവന്ന് അവൻ്റെ വായിലോട്ട് പോർക്ക് തള്ളിക്കയറ്റാനും പോകുന്നില്ല. പക്ഷേ UP നീയൊക്കെ കൂടെ ഈ പറഞ്ഞ പശുക്കിടാവിനെ അല്ലെങ്കിൽ പശുവും മാതാവിനെയും കൂടെ, അതായത് നിൻ്റെയൊക്കെ മാതാവ് നിൻ്റെയൊക്കെ തള്ള എന്ന് പറഞ്ഞ ഈ പശുമ്പനെ വെട്ടിക്കൂട്ടി അങ്ങോട്ട് അഴച്ചു കൂട്ടുന്നത് UP തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ചിന്തിച്ചാൽ മതി. അത് വിൽക്കുന്നതിൽ മുസ്ലിമിനേക്കാൾ തോനെ ഹിന്ദുക്കളാണിത് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇതിനെ വെട്ടിക്കശാപ്പ് ചെയ്ത് സ്വന്തം അമ്മനെ മാതാവിനെ വെട്ടിക്കശാപ്പ് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം നിനക്കുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും. പിന്നെ കേരളത്തിലെ ഒരാളും പന്നി കഴിക്കാത്ത ഒരുത്തനെ കൊണ്ട് പിടിച്ചിട്ട് പന്നി വായിലോട്ട് കുത്തിക്കയറ്റാനും പോവാറില്ല, പന്നി കഴിക്കുന്നവനെ തടയാനും പോവാറില്ല. പന്നി വീട്ടിൽ വെച്ചതിൻ്റെ പേരിൽ ആരും ഒരു വീടും പൊളിച്ചിട്ടുമില്ല. പന്നി കയ്യിൽ വെച്ച ഒരുത്തനെയും കേരളത്തിൽ ഒരു മുസ്ലിം, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും പന്നി കയ്യിൽ വെച്ചു എന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിം ആരും തല്ലിക്കൊല്ലാൻ പോയിട്ടില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ന വാണങ്ങളായിട്ടുള്ള നിന്റെ കൂട്ടത്തിലുള്ള സകല തിട്ടങ്ങളാണൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നിന്റെ മനസ്സിലോട്ട് വെച്ചാൽ മതി. ഏതാണെങ്കിലും മുഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട്. ഈ അവസാനം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ വന്ന് പറഞ്ഞ് ഞാനേതായാലും സിനിമ കാണുന്നില്ല എന്ന്. കാരണം സിനിമ കാണും, കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞ ഹമാസാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ലവ് ജിഹാദ് നടത്തുന്നതെന്ന് പറഞ്ഞ പരമവിഡ്ഢിയാണ് ഈ പറഞ്ഞ കേരളത്തിലെ സംഘികളുടെ നേതാവ്. അപ്പോൾ അതേ നേതാവ് ഇന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനേതായാലും സിനിമ കാണുന്നില്ല എന്നുള്ളൊരു സേഫ് സോൺ കളിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ലേശം ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നിൻ്റെയൊക്കെ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ സംഘികളെ കാര്യങ്ങൾ ചിന്തിച്ച് കേരളത്തിനെ പറ്റി ഉമ്മാതിരില്ലാ കഥ പറയണ സമയത്ത് കുറച്ചെങ്കിലും ഉളുപ്പ് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ, നീയൊക്കെ പെറ്റുണ്ടായതാണ്, അതല്ല നീക്ക് വഴി വിട്ടേണ്ടതായാണ് നീ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. അതല്ല നിന്നൊക്കെ ഒരു തള്ള ഒരു അമ്മ പെറ്റതാണെങ്കിൽ ചിന്തിച്ചിട്ട് വന്നിട്ട് സംസാരിക്കണം. കേട്ടോടാ വാണങ്ങളെ.